നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് നമുക്ക് ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മളൊരു മീറ്റിങ്ങിന് പോവുകയുണ്ടായി. അപ്പോൾ മീറ്റിങ്ങിന് പോയപ്പോൾ നമ്മൾ അവിടെ ഒരു പ്രമുഖനായ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി പറയുകയുണ്ടായി, പിന്നെ പ്രമുഖ വ്യക്തിയോട് അവിടുത്തെ മീറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതാൻ ആവശ്യപ്പെട്ടിരുന്നു. അവിടുത്തെ അത് നടത്തുന്ന സ്ഥാപനത്തിൻ്റെ ഉടമ. അപ്പോൾ അദ്ദേഹം അതിൻ്റെ അധ്യക്ഷൻ കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് എഴുതാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണ് കേട്ടോ എന്നാണ്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, ഹാൻഡ് റൈറ്റിംഗ് എല്ലാവർക്കും പല രീതിയിലായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനൊരു ആത്മവിശ്വാസം പോരാന്ന് തോന്നിയിട്ടുണ്ടാവും ചിലപ്പോൾ. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പോയി നോക്കി എങ്ങനെയുണ്ട് ഹാൻഡ് റൈറ്റിംഗ് എന്ന്. പക്ഷേ നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് കുഴപ്പമൊന്നും ഉണ്ടായിട്ടൊന്നല്ല. അദ്ദേഹത്തിനൊരു തോന്നൽ ഇങ്ങനെ ഉരുട്ടി എഴുതാൻ പറ്റുന്നില്ലല്ലോ, ചില കലാപരമായി എഴുതാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നലാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ കുറച്ച് കലാപരമായിട്ടോ ഭംഗിയിലോ ഒക്കെ നമ്മൾ ഇങ്ങനെ കാണുമല്ലോ ചില ഹാൻഡ് റൈറ്റിങ്. അപ്പോൾ അതിന് ഇങ്ങനെ ഉരുട്ടി എഴുതാന്നൊക്കെ പറയും. അപ്പോൾ മലയാളത്തിലാണെങ്കിൽ മലയാളമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ അതിന് ചെയ്യാൻ പ്രധാനമായിട്ടും വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ് തൊട്ടിട്ട് കോപ്പി, മലയാളം കോപ്പി എഴുതുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരിഹാരം. അതായത് 2 വരെ കോപ്പിയിൽ എഴുത്ത് തുടങ്ങുക 1ാം ക്ലാസ് തൊട്ടിട്ട് ഒരു 4ാം ക്ലാസ് വരെ നിർബന്ധമായിട്ടൊരു ഹോംവർക്കായിട്ട് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ഓരോ പേജിൽ 2 പേജൊക്കെ എഴുതാൻ പറഞ്ഞാൽ മതി. പിന്നെ ചില അൺഎയ്ഡഡ് സ്കൂളുകളിൽ, ചിലതല്ല എല്ലാ അൺഎയ്ഡഡ് സ്കൂളുകളിലും 1ാം ക്ലാസ് തൊട്ടിട്ട് നിർബന്ധമാണ് 4ാം ക്ലാസ് വരെ മലയാളം അക്ഷരങ്ങൾ എഴുതാൻ 2 വരെയും ഇംഗ്ലീഷ് എഴുതാൻ 4 വരെ കോപ്പിയും നിർബന്ധമായിട്ട് ഉപയോഗിക്കും. പിന്നെ ഹിന്ദി എഴുതാനും 2 വരെ കോപ്പി തന്നെയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അങ്ങനെ എഴുതിയിട്ട് പിന്നെ നമുക്ക് വളരെ നല്ല ഹാൻഡ് റൈറ്റിങ് ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയുണ്ടായി. ഞാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഒരാളായിരുന്നു. ഞങ്ങൾ ബി.എഡിന് പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ഹാൻഡ് റൈറ്റിങ് മോശമായ കുട്ടികളോടൊക്കെ സാറ് അന്ന് മലയാളത്തിലായിരുന്നു ബി.എഡൊക്കെ അല്ലാതെ എഴുതിയിരുന്നത്. ഇംഗ്ലീഷിലുണ്ട്. അപ്പോൾ ചിലർ മലയാളം സാറ് പറയും ഹാൻഡ് റൈറ്റിങ്ങൊക്കെ മാർക്കുണ്ട്, നിങ്ങൾക്ക് റെക്കോർഡൊക്കെ എഴുതണ്ടേ. അപ്പോൾ ഹാൻഡ് റൈറ്റിങ് മോശമായവരോട് അദ്ദേഹം പറയുന്നതാണ് കോപ്പിയിൽ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇംഗ്ലീഷ് മോശമായവരോട് പറയും 4 വരെ കോപ്പിയിൽ എഴുതാൻ. അങ്ങനെ ഒരു മെത്തേഡുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോകല്ലേ, അപ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. LKG UKG അവരെ ഇഷ്ടമുള്ള പോലെ കുട്ടികൾ എഴുതട്ടെ. ചില സ്കൂളുകളിൽ LKG തൊട്ടിട്ടുണ്ട് എഴുതി പഠിപ്പിക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല, 1ാം ക്ലാസ് തൊട്ടിട്ട് അത് നിർബന്ധമാക്കിയാൽ മതി. ഇപ്പോൾ ചെല്ലുമ്പോഴേക്കും കുട്ടികൾക്ക് ഇങ്ങനെ എഴുതണം അങ്ങനെ എഴുതണം എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്ക് ചെറിയ 4 വയസ്സൊക്കെ 5 വയസ്സ് 4 വയസ്സിലൊക്കെ സ്റ്റാർട്ടായ കുട്ടികളായിരിക്കും. UKGയിലൊക്കെ വേണമെങ്കിൽ എഴുതാം. അതിന് 1ാം ക്ലാസ് തൊട്ട് നിർബന്ധമാക്കിയാൽ അപ്പോൾ വളരെ മനോഹരം 5ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക് മനോഹരമായൊരു ഹാൻഡ് റൈറ്റിങ് പറ്റും. ശ്രമിച്ചാൽ ചിലവർക്ക് അത് രക്തത്തിൽ അലിഞ്ഞ് ചേർന്നതാണ്. ഏതൊരു പ്രമുഖം പറഞ്ഞിട്ടുണ്ട് അത് എത്ര ആയാലും ചിലത് നന്നാവില്ല, പക്ഷേ ഒരു 90% എബവ് നന്നായിട്ടുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഗാന്ധിജിയൊക്കെ പറയുന്നത്, ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഗാന്ധി പറയുന്നത് സ്കൂളൊക്കെ ചേർക്കുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ചിത്രങ്ങളൊക്കെ വരയ്ക്കാനും അതിനൊക്കെ ഉള്ള പ്രോത്സാഹനം കൊടുക്കുക. ഇപ്പോൾ കൈയോടൊക്കെ ഉള്ള ആദ്യം കുട്ടികൾ ഇങ്ങനെ കളറൊക്കെ കൊടുക്കുക. പിന്നെ ഇങ്ങനെ ചിത്രം അങ്ങനെ താല്പര്യമുള്ള കുട്ടികൾ വരയ്ക്കാൻ തുടങ്ങും, കുത്തി വരയ്ക്കാൻ തുടങ്ങും. അങ്ങനെ കുത്തി അങ്ങനെ ഓരോ ചിത്രങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ അവരെ പ്രശംസിക്കുക. പിന്നെ അതിൽ ഇങ്ങനെ ചെയ്ത് നന്നാവും. അപ്പോൾ അവരിങ്ങനെ ചിത്രം വരയിലൊക്കെ വരുമ്പോൾ ഇപ്പോൾ ചിത്രകാരന്മാരെ ഹാൻഡ് റൈറ്റിങ്ങൊക്കെ പൊതുവെ എല്ലാവരും നന്നായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് ചിത്ര വരയിൽ ഇതിനെ സഹായിക്കുന്നതാണ്. അപ്പോൾ സ്കൂൾ തുറക്കാൻ പോലെ ജൂൺ 1-ാം തീയതി അപ്പോൾ നമ്മളൊന്ന് പറഞ്ഞെന്നുള്ളൂ. അമ്മമാരാണ് ശ്രദ്ധിക്കേണ്ടത്. ശരി.